ഹായ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചിമ്മിനി വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർക്ക് ചിലപ്പം ചിമ്മിനിയുടെ ഡെക്റ്റിങ് പുറത്തേക്ക് പോകാനുള്ള പൈപ്പ്, അതായത് എയർ പുറത്തേക്ക് പോകാനുള്ള പൈപ്പ് നമുക്ക് ഫ്ലാറ്റുകളിലും ചില വീടുകളിലും നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ ലെങ്ത്ത് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. ചിലപ്പം വർക്ക് ഏരിയ എന്നൊക്കെ കവർ ചെയ്തൊക്കെ പോകേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് നമുക്ക് ചിമ്മിനി മുമ്പുണ്ടായിരുന്ന ചിമ്മിനികളെല്ലാം തന്നെ ചാർക്കോൾ ഫിൽറ്റർ ഉപയോഗിക്കാം. അതായത് ഡെക്ലെസ് ആയിട്ട് ഡെക്റ്റിങ് കൊടുക്കാതെ ഫിൽറ്റർ ഉപയോഗിച്ച് റീസൈക്കിൾ ചെയ്യുന്ന ഒരു സിസ്റ്റം, അത് നമുക്ക് ചിമ്മിനി മേൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെക്റ്റിങ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു പരിധിയിൽ ഒഴിവാക്കാൻ പറ്റും. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓട്ടോക്ലീൻ ഇല്ലാത്ത മോഡലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫിൽറ്റർ അതിൻ്റെ മോട്ടർ യൂണിറ്റിൻ്റെ അകത്താണ് പിടിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ ഓട്ടോക്ലീൻ ഉള്ള മോഡലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുമ്പേ നമുക്ക് ഫിൽറ്റർ അവൈലബിൾ അല്ലായിരുന്നു. അപ്പം ഇപ്പം നമുക്ക് ഓട്ടോക്ലീൻ ഉള്ള മോഡലും ഓട്ടോക്ലീനും മോഷൻ സെൻസറും ഓട്ടോസെൻസ് ഏത് മോഡലായാലും നമുക്ക് അതിനകത്ത് നമുക്ക് ചാർക്കോൾ ഫിൽറ്റർ അഡീഷണൽ ആയിട്ട് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോർമൽ ചിമ്മിനിക്ക് ഫിൽറ്റർ പിടിപ്പിക്കേണ്ടത് ചിമ്മിനിയുടെ ഉള്ളിലാണ് പിടിപ്പിക്കേണ്ടത്. ഓട്ടോക്ലീൻ ഉള്ള മോഡലിനകത്ത് നമുക്ക് പിടിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം ഫിൽറ്റർ നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് ആ ഒരു ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തൊരു പുറത്തൊരു അലുമിനിയത്തിൻ്റെ ഒരു മെഷ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഈ ഒരു ഭാഗമാണ് നമ്മൾ ചിമ്മിനിയുടെ മുകളിൽ ഏറ്റവും ടോപ്പിലാണ് പിടിപ്പിക്കുന്നത്. അതായത് എയർ വെന്റ് പുറത്തേക്ക് പോകുന്നത്, അത് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്യുന്ന ഭാഗം. പൈപ്പ് കണക്ട് ചെയ്യുന്ന ഭാഗത്താണ് ഇത് ഫിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നുള്ള ഒരു 4 പൊസിഷനിൽ ഇതിൻ്റെ സ്ക്രൂ ഉണ്ടാവും. അത് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇപ്പം ഓട്ടോക്ലീൻ ഉള്ള മോഡലായാലും നമുക്കത് ഫിൽറ്റർ നമുക്ക് പുറത്തേക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ എയർ പുറത്തേക്ക് കളയാം. അതല്ല ഡെക്റ്റിംഗ് ആണെങ്കിൽ രണ്ട് രീതിയിലും ചെയ്യാം. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് പൈപ്പ് ഇടാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉപയോഗത്തിനനുസരിച്ചാണ് ഇത് റീസൈക്കിൾ ചെയ്യേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ ഇത് വാഷബിൾ അല്ല, റീപ്ലേസ്മെന്റ് ആണ് ചെയ്യേണ്ടത്. ഇതിന് 6 മാസം അല്ലെങ്കിൽ നമ്മളുടെ ഡിപ്പെൻഡ് ഓൺ യൂസേജ് അനുസരിച്ചിട്ട് ഈ ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സർവീസ് സെൻ്ററുമായിട്ടോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഏതെങ്കിലും ഡീലറായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. ഓൺലൈനിലും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ നമുക്ക് പൈപ്പ് ഇടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അതിന് പറ്റിയ അറ്റാച്ച്മെൻറ്റുകൾ നമുക്കിവിടെ എലീക്കയിൽ അവൈലബിൾ ആണ്. താങ്ക് യു.